ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒളിഗോപോളി മാർക്കറ്റാണ്. നമുക്കറിയാം ഒളിഗോപോളി മാർക്കറ്റ് എന്നത് ഒരു ഇംപെർഫെക്റ്റ് മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. ഒളിഗോപോളി is a market structure where a few large firms dominate the industry. These firms have significant control over the market price and production, leading to independent decision making. ഒളിഗോപോളി ഫ്യൂ സെല്ലേഴ്സ് മാത്രമുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. ഹോമോജീനിയസ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റോ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമുള്ള ഒരു മാർക്കറ്റ്. സോ അതുകൊണ്ട് തന്നെ ഫേമിൻ്റെ ഇടയിൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇവിടെ ഫേംസിൻ്റെ നമ്പർ കൂടുതലുണ്ടെങ്കിലും തൻ്റെ കോമ്പറ്റീറ്ററിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സും സെല്ലിംഗ് എഫേർട്ടും ഒക്കെ കൺസിഡർ ചെയ്ത് മാത്രമേ ഫേമിന് പ്രൈസും പ്രൊഡക്റ്റും ഒക്കെ കൂട്ടാനോ അല്ലെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കാനോ സാധിക്കുകയുള്ളൂ. സോ മാർക്കറ്റിൽ 2 സെല്ലേഴ്സ് മാത്രം ഉണ്ടെങ്കിൽ ഡ്യുവോപോളി എന്ന് വിളിക്കാം. ഇത് ഒളിഗോപോളിയുടെ മറ്റൊരു കേസാണ്, സ്പെഷ്യൽ കേസാണ്. സോ ഒളിഗോപോളി എന്നതൊരു മാർക്കറ്റ് സ്ട്രക്ചറാണ്. ഈ മാർക്കറ്റിലെ കുറച്ച് ഫേംസ് എന്ന് പറയുന്നത് ഡോമിനേറ്റഡ് ആണ്. മാർക്കറ്റിലെ ഫേം പ്രൈസിലും പ്രൊഡക്ഷനിലും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഫേംസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാത്രമേ ഇവർക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒളിഗോപോളി മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഫ്യൂ ലാർജ് ഫേംസ്. എ സ്മാൾ നമ്പർ ഓഫ് ഫേംസ് ഡോമിനേറ്റ് ദ ഇൻഡസ്ട്രി. മാർക്കറ്റിൽ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് മാർക്കറ്റിൽ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ ഡോമിനേറ്റ് ചെയ്യുന്നുള്ളൂ. ഹോമോജീനിയസ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ് സെല് ചെയ്യുന്ന സ്ഥാപനങ്ങൾ കുറവായത് കൊണ്ട് തന്നെ ഒരു ഫേമിൻ്റെ പോളിസി മറ്റൊരു ഫേമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അടുത്ത പോയിന്റ് ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. ഫേംസ് മസ്റ്റ് കൺസിഡർ കോമ്പറ്റേറ്റേഴ്സ് റിയാക്ഷൻ ബിഫോർ മേക്കിംഗ് ഡിസിഷൻ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫേമിൻ്റെ പോളിസി കോമ്പറ്റേറ്റേഴ്സിൻ്റെ റിയാക്ഷൻ അല്ലെങ്കിൽ കോമ്പറ്റേറ്റേഴ്സിൻ്റെ അഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് കോമ്പറ്റേറ്റേഴ്സിൻ്റെ റിയാക്ഷനും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഡിസിഷൻ എടുക്കാൻ. എക്സ്പെഷ്യലി പ്രൈസും ഔട്ട്പുട്ടും ഈ രണ്ടിലും നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ കോമ്പറ്റേറ്റേഴ്സിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് കൂടെ കൺസിഡർ ചെയ്യണം. അടുത്ത പോയിന്റ് ബാരിയേഴ്സ് ടു എൻട്രി. ഹയർ എൻട്രി കോസ്റ്റസ് ഓർ റെസ്ട്രിക്ഷൻസ് പ്രിവെൻറ്റ് ന്യൂ ഫേംസ് ഫ്രം എൻറ്ററിങ്. മാർക്കറ്റിൽ എൻട്രി ചെയ്യാനായിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട്. മെയിൻലി കോസ്റ്റും അതിൻ്റെ റെസ്ട്രിക്ഷൻസും. സോ ഇത് സ്ഥാപനത്തിന് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നതിന് ഡിഫിക്കൽട്ടി വരുത്തുന്നു. അടുത്ത പോയിന്റാണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. പ്രൊഡക്ട്സ് മേ ബി ഹോമോജീനിയസ് ലൈക്ക് സ്റ്റീൽ ഓർ ഡിഫറൻഷിയേറ്റഡ് ലൈക്ക് ഓട്ടോമൊബൈൽസ്. അടുത്ത പോയിന്റാണ് പ്രൈസ് റിജിഡിറ്റി. പ്രൈസ് ടേൺ ടു ബി സ്റ്റേബിൾ ഡ്യൂ ടു ഫിയർ ഓഫ് പ്രൈസ് വാർ. പ്രൈസ് വാറിനെ ഭയന്ന് വിലകളെ മാക്സിമം സ്റ്റേബിളാക്കി നിലനിർത്തുന്നു. സോ ഒളിഗോപോളി മാർക്കറ്റിൽ ഫേമിലെ പ്രൈസിൽ വരുത്തുന്ന ചേഞ്ചസ് മറ്റ് ഫേമിലെ പ്രൈസിനെ ചേഞ്ച് ചെയ്യാനായിട്ട് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ പ്രൈസ് റിജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നു. ഒരു ഫേം വില കുറച്ചാൽ അതിനെ ഫോളോ ചെയ്ത് മറ്റുള്ളവരും വില കുറക്കുന്നു. എന്നാൽ ഒരു ഫേം വില കൂട്ടിയാൽ അത് ഫോളോ ചെയ്യാതെ മറ്റുള്ള ഫേം നിലവിലുള്ള പ്രൈസിൽ തന്നെ നിലനിൽക്കുന്നു. ഈ ഒരു രീതിയാണ് ഒളിഗോപോളിസ്റ്റിക്. സോ ഫേമിന് ഈ ഒരു ടൈപ്പ് ആറ്റിറ്റ്യൂഡ്, ഫേമിൻ്റെ ഈ ഒരു ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് പ്രൈസ് റിജിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാനോ ഫേമിന് സാധിക്കുന്നില്ല. നോൺ പ്രൈസ് കോമ്പറ്റീഷൻസ്. ഫേംസ് കോമ്പറ്റേറ്റ് ത്രൂ അഡ്വർടൈസിങ്, ബ്രാൻഡിങ് ആൻഡ് സർവീസ് ക്വാളിറ്റി റാദർ ദാൻ പ്രൈസ്. പ്രൈസ് കൂടാതെ അഡ്വർടൈസിങ്, ബ്രാൻഡിങ്, സർവീസ് ക്വാളിറ്റി ഇവയിലെല്ലാം ഫേംസ് കോമ്പറ്റേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ഫേമിൻ്റെ മൂവ്മെൻറ്റ് മറ്റൊരു ഫേം സദാ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ അവരെപ്പോഴും അലേർട്ടായിട്ടിരിക്കുന്നു. ഒളിഗോപോളിയിൽ പവർഫുൾ ഇൻസ്ട്രുമെൻ്റ് ആണ് അഡ്വർടൈസ്മെൻറ്റ്. കൂടാതെ മാർക്കറ്റിൻ്റെ ഒരു വലിയൊരു ഭാഗം കൈകടത്താൻ വേണ്ടി
അവർ അഗ്രസീവ്ലി അഡ്വർടൈസിങ് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഒരു ഫേം അഗ്രസീവ്ലി അഡ്വർടൈസിങ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ മറ്റു ഫേംസ് എന്ത് ചെയ്യുന്നു? ഡിഫെൻസീവ് അഡ്വർടൈസിങ് ചെയ്ത് ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. കൊളൂസീവ് ബിഹേവിയർ ഫേംസ് മേ ഫോം കാർട്ടൽസ് ഓർ എഗ്രിമെന്റ്സ് ടു കൺട്രോൾ പ്രൈസ് ആൻഡ് പ്രൊഡക്ഷൻ. പ്രൈസും പ്രൊഡക്ഷനും റെഗുലേറ്റ് ചെയ്യാനായിട്ട് പുതിയ റൂൾസും എഗ്രിമെന്റ്സും ഒക്കെ മാർക്കറ്റിൽ കൊണ്ടുവരുന്നു. അടുത്ത പോയിന്റ്, ഡിമാൻഡ് കർവ് അൺസർട്ടനിറ്റി. ഫേംസ് ഫേസ് അൺസർട്ടൈൻ ഡിമാൻഡ് ഡ്യൂ ടു കോമ്പറ്റേറ്റേഴ്സ് റിയാക്ഷൻസ്. കോമ്പറ്റേറ്റേഴ്സിന്റെ റിയാക്ഷൻ റിലേറ്റ് ചെയ്ത് ഫേംസിന് ഡിമാൻഡ് അൺസർട്ടനിറ്റി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇവിടെ ഫേംസ് ഇന്റർ ഡിപ്പെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു അൺസർട്ടനിറ്റി അറ്റ്മോസ്ഫിയറിലാണ് ഉണ്ടാവുന്നത്. അടുത്ത പോയിന്റ്, ഒളിഗോപോളിയുടെ ഡിഫറെൻ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് നേച്ചർ. ദർ ആർ 2 oligopoly situations. First is pure oligopoly and the other is differentiated oligopoly. Pure oligopoly is firms produce homogeneous product. Example, cement, steel. And the differentiated oligopoly is firms offer similar but distinct products. Example, car, mobile phones. പ്യുവർ ഒളിഗോപോളിയിൽ മാർക്കറ്റിൽ കോമ്പറ്റേറ്റീവ് ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്കിതിനെ പ്യുവർ ഒളിഗോപോളി എന്ന് വിളിക്കാം. ഇനി കോമ്പറ്റേറ്റീവ് ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്കിതിനെ ഡിഫറൻഷ്യൽ ഒളിഗോപോളി എന്ന് വിളിക്കാം. എക്കണോമിയുടെ ഒരു ലാർജ് പോർഷനും ഡിഫറൻഷ്യൽ ഒളിഗോപോളിയിൽ നിന്നാണ്. മെജോറിറ്റി ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസും റീറ്റെയിൽ ട്രേഡും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഫേമിൻ്റെ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ട് ഒളിഗോപോളിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, കൊളൂസീവ് ഒളിഗോപോളി. ഫേംസ് കോപ്പറേറ്റ് ടു സെറ്റ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്. സെക്കൻഡ് വൺ, നോൺ കൊളൂസീവ് ഒളിഗോപോളി. ഫേംസ് കോമ്പറ്റേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് എഗ്രിമെൻറ്റ്. ഫേം ഒരു പൊതുവായ പ്രൈസിങ് പോളിസി പിന്തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാർക്കറ്റ് സിറ്റുവേഷനെ കൊളൂസീവ് ഒളിഗോപോളി എന്ന് വിളിക്കാം. സിംപ്ലി ഒരു ഫിക്സഡ് പ്രൈസിൽ മാർക്കറ്റ് ഷെയർ ചെയ്യുന്നതിനെ നമുക്ക് കൊളൂസീവ് ഒളിഗോപോളി എന്ന് പറയാം. ഇനി നോൺ കൊളൂസീവ് ഒളിഗോപോളിയിൽ സ്ഥാപനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഫേംസിനിടയിൽ യാതൊരു കരാറും യാതൊരു ധാരണയും ഇല്ലാത്തതിനെ നോൺ കൊളൂസീവ് ഒളിഗോപോളി എന്ന് വിളിക്കാം. ഇത് ഇൻഡിപെൻഡൻറ്റ് ഫേംസ് ആണ്. മാർക്കറ്റ് ഇൻഫ്ലുവൻസിനെ ബേസ് ചെയ്തിട്ട് ഒളിഗോപോളിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഓപ്പൺ ഒളിഗോപോളി, ന്യൂ ഫേംസ് ക്യാൻ എൻറ്റർ ദ മാർക്കറ്റ്. ആൻഡ് ക്ലോസ്ഡ് ഒളിഗോപോളി, എൻട്രി ഓഫ് ന്യൂ ഫേംസ് ഈസ് റെസ്ട്രിക്റ്റഡ്. പുതിയ സ്ഥാപനത്തിന് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല എന്നുള്ള സിറ്റുവേഷനാണ് ഓപ്പൺ ഒളിഗോപോളി. പുതിയ സ്ഥാപനങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ സാധിക്കാത്ത ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ് ക്ലോസ്ഡ് ഒളിഗോപോളി. ഒരു ക്ലാസിഫിക്കേഷനാണ് പാർഷ്യൽ ആൻഡ് കംപ്ലീറ്റ് ഒളിഗോപോളി. ഒരു ഇൻഡസ്ട്രി ടോട്ടലി ഒരു ലാർജ് ഫേമിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷനെയാണ് പാർഷ്യൽ ഒളിഗോപോളി എന്ന് പറയുന്നത്. ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ ലാർജ് ഫേം എന്നത് മറ്റ് ഫേംസിൻ്റെ ലീഡറായിട്ട് പ്രവർത്തിക്കുന്നു. സോ ഒരു ലാർജ് ഫേം പറയുന്ന പ്രൈസ് പോളിസി മറ്റ് ഫേംസും പിന്തുടരുന്നു. കംപ്ലീറ്റ് ഒളിഗോപോളിയിൽ ലീഡറോ പ്രൈസ് മേക്കേഴ്സോ അങ്ങനെയുള്ള യാതൊരു ഫേമോ നിലനിൽക്കുന്നില്ല. സോ ലീഡർ ഫേമും ഫോളോവേഴ്സ് ഒന്നും തന്നെ കംപ്ലീറ്റ് ഒളിഗോപോളിയിൽ ഇല്ല. അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് ഓർഗനൈസ്ഡ് ആൻഡ് സിൻഡിക്കേറ്റ് ഒളിഗോപോളി. ഫേംസ് ഒരു സർട്ടിഫൈഡ് സിൻഡിക്കേറ്റ് വഴിയോ ഒരു ഡിഗ്രി ഓഫ് കോർഡിനേഷൻ്റെ ബേസിസിലോ അവരുടെ പ്രൊഡക്ട്സ് വിൽക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇതിനെ സിൻഡിക്കേറ്റ് ഒളിഗോപോളി എന്ന് വിളിക്കാം. ഓർഗനൈസ്ഡ് ഒളിഗോപോളിയിൽ പ്രൈസ് നിശ്ചയിക്കുന്നത് ഒരു സെൻട്രൽ അസോസിയേഷനാണ്. ഈ ഒരു സെൻട്രൽ അസോസിയേഷനാണ് ഓർഗനൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൈസ് അവർ നിശ്ചയിക്കുന്നത്. സോ ഇതിനെയാണ് ഓർഗനൈസ്ഡ് ഒളിഗോപോളി എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒളിഗോപോളിയാണ്. കുറച്ച് മെമ്പേഴ്സ് മാത്രം ഡോമിനേറ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ് ഒളിഗോപോളി. ഹൈ കോമ്പറ്റീഷനുള്ള
ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ ഉള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് ഒളിഗോപോളി. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഫ്യൂ ലാർജ് ഫേംസ്, ഇന്റർ ഡിപ്പെൻഡൻസ്, ബാരിയേഴ്സ് ടു എൻട്രി, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, പ്രൈസ് റിജിഡിറ്റി, നോൺ പ്രൈസ് കോമ്പറ്റീഷൻസ്, കൂടാതെ കൊളൂസീവ് ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് കർവ് അൺസർട്ടനിറ്റി. കൂടാതെ നമ്മൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷനും ഡിസ്കസ് ചെയ്തു. ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് നേച്ചർ, ബേസ്ഡ് ഓൺ ഫേംസ് ബിഹേവിയർ ആൻഡ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് ഇൻഫ്ലുവൻസ്. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.